ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളുകളായിട്ട് നമ്മളെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, എന്താണ് നമ്മുടെ പറവൂർ ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അതുപോലെ തന്നെ മൂത്തകുന്നം പാലം, കോട്ടപ്പുറം പാലത്തിൻ്റെ ലേറ്റസ്റ്റ് വിശേഷങ്ങളൊക്കെ കേട്ടോ. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ബൈപ്പാസാണ് പറവൂർ ബൈപ്പാസ്. നിങ്ങൾക്കറിയില്ല പറവൂർ ടൗണിൽ എത്ര തിരക്കാന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറവൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ കാത്തിരിക്കുകയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഈ പറവൂർ ബൈപ്പാസുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ചെറിയപള്ളി വള്ളുവള്ളി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും രണ്ടും കൂടി ആയിട്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്നത് ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ 2025 ഡിസംബറിലാണ്. അന്ന് ഞാൻ ഈ പറവൂർ ബൈപ്പാസിൻ്റെ വർക്ക് കണ്ടിട്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു 2026 പകുതി ആകുമ്പോഴത്തേക്കും പറവൂർ ബൈപ്പാസ് പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ വെറും വാക്കായി മാതിരി ആയിട്ടുണ്ട്. കാരണം പണികൾ അത്രത്തോളം സ്ലോയിലാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓറിയന്റലാണ് ഈ ഭാഗത്ത് വർക്ക് എടുത്തിരിക്കുന്നത്. കോട്ടപ്പുറം മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എറണാകുളം റീച്ച്. കോട്ടപ്പുറം മുതൽ എറണാകുളം എടപ്പള്ളി ഒബ്രോൺ മാൾ വരെയാണ് ഈ റീച്ച് വന്നിരിക്കുന്നത്. ഏകദേശം 26 കിലോമീറ്ററാണ് ഇതിന് നീളം. അപ്പോൾ വഴിക്കുളങ്ങര നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ നിങ്ങൾ ഇവിടേക്ക് എത്രത്തോളം പുല്ലുണ്ട് എന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ല എങ്ങനെയാണ് ഇവിടുത്തെ പണികൾ നടന്നു പോകുന്നത് എന്നുള്ളത്. എന്തായാലും അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറുഭാഗത്താണെങ്കിൽ തന്നെ ഈ അണ്ടർപാസുമായിട്ട് ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് വർക്ക് നടക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഭാഗം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. ക്രാഷ് ബാരനും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് RE ബ്ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ ഫുൾ RE ബ്ലോക്കാണ്. RE പാനൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ റീച്ചിലാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് വർക്ക് നടക്കാനുണ്ട്. പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ക്രാഷ് ബാരൻ്റെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജുകളൊക്കെ ഉണ്ട്. എന്തായാലും ചെറിയ തോതിൽ മാത്രമേ ഈ പരിസര പ്രദേശത്തുള്ള വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുള്ളൂ. എന്തായാലും 6 മുകൾ ഭാഗത്ത് ആരും കയറുന്നൊന്നുമില്ല. സർവീസ് റോഡ് ഇപ്പോഴും ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പലരും ചോദിച്ചിരിക്കുകയാണ് തൃശ്ശൂർ റീച്ചിലും അതുപോലെ തന്നെ എറണാകുളം റീച്ചിലത്തൊക്കെ അണ്ടർപാസുകൾ ഫ്ലൈ ഓവർ ആണോ അതോ അണ്ടർപാസ് ആണോ എന്നുള്ളത്. അണ്ടർപാസുകൾ തന്നെയാണ്, പക്ഷേ നിർമ്മാണത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ തന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗർഡർ സ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷേ തൃശ്ശൂരിലും എറണാകുളം റീച്ചിലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറും പീർ ക്യാപ്പ് നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗർഡറാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ചെറിയൊരു വ്യത്യാസം മാത്രമുള്ളൂ. ശരിക്കും ഫ്ലൈ ഓവർ നിർമ്മിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഭാഗത്ത് അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇനി അടുത്തത് തെക്കേ 4 വഴി എന്ന് പറഞ്ഞ ഭാഗം കേട്ടോ. ഇവിടെ അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും അപ്രോച്ച് റോഡിൻ്റെ പണികൾ എവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ ഇനി വർക്ക് നടക്കാനുള്ള ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ അണ്ടർപാസ് പീറും പീർ ക്യാപ്പും തന്നെയാണ്. അത് മറുഭാഗത്ത് ഇതേമാതിരി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് നല്ല ഹൈറ്റിൽ തന്നെ RE ബ്ലോക്കിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ ഉയർത്തിയിരുന്ന RE ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം എന്തായാലും കുറച്ചുകൂടി ഹൈറ്റിൽ പണിതുണ്ട്. പക്ഷെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇതിന് മുൻപ് ഞാൻ 6 മാസങ്ങൾക്ക് മുമ്പ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ പണികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2026 പകുതി ആകുമ്പോൾ തുറക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ 2026 പകുതി ആയിട്ട് പോലും നമ്മുടെ പറവൂർ ബൈപ്പാസിൻ്റെ പണികൾ എവിടെയും എത്താതെ നിൽക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പല സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ തൃശ്ശൂർ കണ്ട മാതിരി തന്നെയാണ് ഡ്രൈനേജ് കുറച്ച് ഹൈറ്റിലും റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ്. ആ ഭാഗത്തൊക്കെ വെള്ളക്കെട്ട് നല്ല രീതിയിലുണ്ട് കേട്ടോ. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഇതിൽ കൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ ഈ സമീപപ്രദേശത്തുള്ള കേട്ടോ. അല്ലാണ്ട് ഈ പറവൂർ ബൈപ്പാസ് ഒന്നും പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഒരു ഫ്ലൈ ഓവറാണ്. പറവൂർ കവലയിൽ നിന്നും നേരെ ചെറായിക്ക് പോകുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെയും ഇതേമാതിരി തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. ഈ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട്. സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരിയല്ല ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒറ്റത്തൂണിൽ 6 വരിപ്പാതില്ല ബോക്സ് ഗാർഡ് കൊണ്ട് നിർമ്മിച്ച അതേ സ്റ്റൈലാണ് ഈ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് കടന്നു പോകുന്ന ഭാഗത്താണ് ബോക്സ് ഗാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി 2 സ്ഥലത്തും PSC ഗാർഡറാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പറവൂർ കവലയിൽ നിന്നും ചെറായിക്ക് പോകുന്ന റോഡുണ്ട്. അതിന് കുറുകെ നിർമ്മിച്ച ഫ്ലൈ ഓവറിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറവൂർ കവലയിൽ പോയിട്ടാണ് നമ്മൾ നേരെ ചെറായി ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് ചെറായിക്ക് പോകുന്ന റോഡ് കേട്ടോ. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ തീരദേശപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് ഒരു റോഡും കൂടി വരുന്നുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് നേരെ വേണമെങ്കിൽ കോസ്റ്റൽ ഹൈവേയിലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അഴീക്കോട് മുനമ്പം പാലം കേട്ടോ. അപ്പോൾ അത് തീരദേശപാതയുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറായി ഭാഗം. ചെറായി നല്ല അടിപൊളി ബീച്ചൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചെറായിൽ വന്നിട്ട് പിന്നീട് നേരെ
വൈപ്പിൻ ഭാഗം പോകാം. വൈപ്പിൽ നിന്ന് പിന്നെ ജങ്കാർ എടുത്തിട്ട് നേരെ നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചി ഭാഗത്ത് കിടക്കട്ടോ. അങ്ങനെയാണ് തീരദേശ പാതയുടെ ഒരു കണക്ഷൻ വരുന്നത്. എന്തായാലും നല്ലൊരു അടിപൊളി ബീച്ചാണ് ചെറായി ബീച്ച്. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടും കണക്ട് ആയതുകൊണ്ട് വിദേശ സഞ്ചാരികൾക്ക് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റും. അതുപോലെ തന്നെ തീരദേശപാത ബന്ധപ്പെട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇതിനോടൊപ്പം വളരുന്നതായിരിക്കും. പിന്നെ സങ്കടകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കാര്യമായിട്ട് ഒരു വർക്കും നടന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതേമാതിരി തന്നെ ഈ ഭാഗമുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ഒരു പണി ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ചെറിയ തോതിലൊന്നും മണ്ണിട്ട് ഉയർത്തി പോയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ചെമ്മണ്ണാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും ആറി പാനലും അല്ല ആറി ബ്ലോക്കും അല്ല, ഇവിടെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാള നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടൊരു പാലം വരുന്നുണ്ട്. ഈ പാലത്തിന് ഒരു ചരിത്രം പറയാനുണ്ട്. ഈ പാലത്തിന്റെ നിർമ്മാണം ആദ്യം പൂർത്തീകരിച്ചാണ്. ഹൈറ്റ് പോരാന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും പൊളിച്ചിട്ട് രണ്ടാമത് പണികൾ പൂർത്തീകരിച്ചിരിക്കുക കേട്ടോ. അന്ന് തന്നെ ഈ പണി നേരെ ചൊവ്വ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പണി വരില്ലായിരുന്നു. ഈ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട് നല്ലൊരു മഴ പെയ്തപ്പം ഇതിൽ വെള്ളം പൊന്തി. ഈ വെള്ളം പൊന്തിയപ്പോൾ പാലത്തിന്റെ അടി കറക്റ്റാണ്. അപ്പോൾ ഇതിന്റെ അടിഭാഗത്തോടെ ബോട്ടോ അതുപോലെ തന്നെ ചെറിയ വഞ്ചികളൊന്നും പോകാൻ പറ്റാത്ത രീതിയിലായി. അതുകൊണ്ട് പാലം പൊളിച്ച് രണ്ടാമത് പണിതിരിക്കുകയാണ്. ഇതാണ് ചിറ്റാറ്റുകര പാലം. ഈ ചിറ്റാറ്റുകര പാലം കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സർവീസ് റോഡിന്റെ പണിയും കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. ചെറിയൊരു അടിപ്പാതയാണ്. ഇവിടെയൊക്കെ എന്തായാലും അപ്രോച്ച് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെറിയൊരു അടിപ്പാത കേട്ടോ. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, റോഡ് ഇതിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അടിപ്പാത വന്നിരുന്നു. ഇതിന് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്തായാലും മറുഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതെന്തായാലും ഏറ്റവും നല്ല കാര്യം തന്നെ. പല സ്ഥലത്തും ആറി ബ്ലോക്കും ആറി പാനലും സോയിൽ നെയിലിംഗൊക്കെ പാളിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അധിക സ്ഥലത്തും ഈ പുഴയിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്ത മണലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ വിഷയം തന്നെയാണ്. എന്നാലും പണികൾ പൂർത്തിയാക്കിയ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലത്തും സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സർവീസ് റോഡ് ചില സ്ഥലത്ത് വീതി തീരെ കുറവാട്ടോ. ഡ്രൈനേജ് ആയിട്ട് വരുമ്പോൾ തന്നെ വീതി കുറവ് തോന്നുന്നുണ്ട് പല സ്ഥലത്തും. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു ചെറിയൊരു പാലം വന്നിരിക്കുന്നത്. ആ പാലം കഴിഞ്ഞ് വന്നതാണ് അടുത്തതായിട്ടുള്ളത് പട്ടണം കവല എന്ന് പറഞ്ഞ സ്ഥലം. ഈ പട്ടണം കവലയില് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ അടിപ്പാത വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫ്ലെക്സ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എന്നാലും അടിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം തന്നെയാണ്. കാരണം പണ്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്ന റോഡായിരുന്നു ഇവിടെ. അപ്പോൾ അവിടെ അടിപ്പാത ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറെ ചുറ്റിക്കറങ്ങി പോകേണ്ടി വരും. ഇതേപോലത്തെ പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. പട്ടണം കവല കഴിഞ്ഞിട്ട് പിന്നീട് മുനമ്പം കവല വരുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തും നിങ്ങൾ നോക്കിയേ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുനമ്പം കവല എന്ന് പറഞ്ഞ അണ്ടർപാസ് വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഒരു ടോറസിന്റെ മുകളിൽ വലിയ ലോഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ അടിഭാഗം മുട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ പല സ്ഥലത്തും മഴ വന്ന സമയത്ത് വെള്ളക്കെട്ടൊക്കെയാണ്. എന്തായാലും രണ്ട് അടിപ്പാതകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. മുനമ്പം കവല കഴിഞ്ഞിട്ട് പിന്നീട് ഫുള്ളായിട്ട് 6 വരി പാതയുടെ നിർമ്മാണം കംപ്ലീറ്റ് ആയിരിക്കുന്നു. സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ക്രാഷ് ബാരിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ട് സർവീസ് റോഡിന്റെ മുകൾ ഭാഗത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണ്ണൊക്കെ അവിടെ വന്നിട്ട് ഇതൊക്കെ നീക്കം ചെയ്യുമായിരിക്കും. ഈ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കണ്ടിട്ടാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തള്ളിയത്. 2026 പകുതി ആകുമ്പോഴത്തേക്കും തുറക്കുന്നുള്ളൂ. പക്ഷേ പ്രതീക്ഷകൾ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പറവൂർ ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയ പരിഹാരമായിട്ടാണ് നമ്മുടെ പറവൂർ ബൈപ്പാസ് വരുന്നത്. പക്ഷെ പൂർത്തീകരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് ഇതിന്റെ ഗുണം കിട്ടുകയുള്ളൂ. ഇതുവരെ നമ്മൾ കാര്യമായിട്ട് പ്രശ്നങ്ങളില്ലാതെയാണ് നമ്മൾ നിർമ്മാണം കണ്ടിരിക്കുന്നത്. അടിപ്പാതകളും അതുപോലെ തന്നെ പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ചിലൂടെ നിർമ്മാണമാണ് നടക്കാനുള്ളത്. ഇനി ഇവിടുന്നാണ് കാര്യമായിട്ട് വർക്ക് നമ്മൾ ഈ പറവൂർ ബൈപ്പാസിൽ നടക്കാനുള്ളത്. മുറവന്തൂരത്ത് മുതൽ ലേബർ ജംഗ്ഷൻ വരെ കുറേ അണ്ടർപാസുകളും അതുപോലെ തന്നെ തോടിന് കുറുകെയുള്ള ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിന് കടന്നു പോകാനുള്ളത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉണ്ട്. അവരൊക്കെ പുതിയ വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ 2022 മുതലുള്ള കാഴ്ചകൾ പൂർണ്ണമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് കൊച്ചി എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറവൂർ ബൈപ്പാസിൻ്റെ ആദ്യ രൂപങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഇങ്ങനെ മുകളിൽ നോക്കുമ്പോൾ ഈ കാണുന്നൊന്നും അണ്ടർപാസുകളല്ല കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ തോടുണ്ട്. ആ തോടിന് കുറുകിയ പാലം നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടത്തെ നിർമ്മാണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം അത്രത്തോളം ചതുപ്പ് നിലങ്ങളായിരുന്നു ഇവിടെയൊക്കെ. ഞാനൊക്കെ വരുന്ന സമയത്ത് ഈ മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഫുള്ളായിട്ട് ചെളിക്കെട്ടായിരുന്നു. ഇവിടെയൊക്കെ ബോർ പൈലിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഇതുപോലുള്ള പാലം നിർമ്മിച്ചിരിക്കുന്നതൊക്കെ. ഇപ്പം നമ്മൾ ഏകദേശം പറവൂർ ബൈപ്പാസിൻ്റെ 3/4 ഭാഗത്തോളം കവർ ചെയ്തു. വഴിക്കുളങ്ങരയിൽ നിന്ന് ഇങ്ങോട്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇനി വർക്ക് നടക്കാനുള്ള ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. ഈ പാലത്തിൻ്റെ നിർമ്മാണം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു സൈഡ് കുറച്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്, ഒരു സൈഡ് കുറച്ച് ചെറുതായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് പണ്ടൊരു പാലം ഉണ്ടായിരുന്നു, ഒരു ഏറ് നിൽക്കുന്നൊരു പാലം ഓണത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ ഈ പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 2027 പകുതി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് വാഹനങ്ങൾ ഇതിന്റെ മുകൾ ഭാഗത്ത് കൂടെ ഓടി തുടങ്ങുമെന്ന് കരുതാം. ചിലപ്പോൾ 2026 അവസാനത്തോടു കൂടിയിട്ട് പണികൾ കഴിയും. പക്ഷേ ഭാഗികമായിട്ടായിരിക്കും തീരുന്നുണ്ടാവുക. കാരണം മഴക്കാലത്താണ് ഇതുപോലുള്ള നിർമ്മാണങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ പണികൾ നടക്കുന്നത്. ഇത്രത്തോളം മണ്ണൊന്നും ഇവിടെ കൊണ്ട് തട്ടിയിട്ടുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന് വളരെയധികം ക്ഷാമമാണ് തൃശ്ശൂർ റീച്ചിലും അതുപോലെ തന്നെ എറണാകുളം റീച്ചിലും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പം പുഴകളിൽ നിന്നൊക്കെ ഡ്രഡ്ജ് ചെയ്തിട്ട് മണലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. എന്തായാലും മണലിന് ചെമ്മണ്ണിൻ്റെ അത്ര സ്ട്രോങ് ഉണ്ടാവില്ല. എത്ര കമ്പാക്ട് ചെയ്തും അതൊന്ന് ലൂസായി പോകും. ഇപ്പം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയെന്നല്ലോ ബീച്ചിലേക്ക് എത്തിയ മാതിരിയാണ്. ഈ ഭാഗം നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണലാണ് കൊണ്ട് തട്ടിയിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുവന്ന മണലായതുകൊണ്ട് അതിൽ കുറേ കക്കകളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു ബീച്ചിൽ ചെന്നൊരു പ്രതീതിയാണ് ഈ ഭാഗത്തുള്ളത്. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ടൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഇത് നന്നായിട്ട് ഒലിച്ച് താഴത്തേക്ക് പോരും. ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തായാലും കാര്യമായിട്ട് ഒരു വർക്കൊന്നും ഈ ഭാഗത്ത് നടക്കുന്നില്ല. മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പാലത്തിനോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാള നിർമ്മിച്ചിരിക്കുന്ന ആറി ബ്ലോക്ക് ഒന്നും കേട്ടോ. എനിക്ക് തോന്നുന്നു ആറി ബ്ലോക്കൊക്കെ പല സ്ഥലത്തും പാളിച്ച സംഭവിച്ചതിന് ശേഷമാണ് ഇതുപോലത്തെ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാലോ, തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ബൈപ്പാസിൽ അപ്രോച്ച് റോഡിന്റെ പണികൾ നടന്ന സ്ഥലം വീണ്ടും പൊളിച്ചിട്ട് അവിടെ പൈലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗം നോക്കി നിങ്ങൾ ഇത് ശരിക്കും നമുക്ക് ഒരു ബീച്ചിൽ ചെന്ന മാതിരിയില്ല. നിങ്ങൾക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മണ്ണൊക്കെ ഈ ചെമ്മണ്ണാണ് ഇത്ര വിഷയം ഉണ്ടായിരുന്നില്ല. ഈ മണലാവുന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങും. നോക്കി നിങ്ങൾ ഇത് ശരിക്കും ഒരു ബീച്ചിന്റെ ഒരു പ്രതീതി തോന്നുന്നില്ല നിങ്ങൾക്ക്. എന്തായാലും പണികളൊക്കെ നല്ല വേഗതയിൽ പൂർത്തീകരിക്കും. കാരണം പലരും ആഗ്രഹിക്കുന്ന ഒരു ബൈപ്പാസാണ് പറവൂർ ബൈപ്പാസ്. കാരണം ആ ഗതാഗതക്കുരുക്കിൽ നിന്നും ഒരു ശാശ്വത പരിഹാരം എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ലേബർ ജംഗ്ഷൻ. ലേബർ ജംഗ്ഷനിലുള്ള അണ്ടർപാസിന്റെ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോടനുബന്ധിച്ച് അപ്രോച്ച് റോഡിന്റെ പണികൾ എവിടെയും എത്തിയിട്ടില്ല. സർവീസ് റോഡിന്റെ പണികൾ ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്, ഡ്രൈനേജിന്റെ വർക്കും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് വൺ വേ ആണ്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് കൂടെയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കി നിങ്ങൾ ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, മറുഭാഗത്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശം തന്നെയായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ഹൈറ്റിലായിരുന്നു. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയൊരു പാലമുണ്ട്. ഈ പാലത്തിന് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. ഇതേമാതിരി എല്ലാ പാലത്തിനും നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ വലിയൊരു പരിഹാരമായിരുന്നു. പല സ്ഥലത്തും ആക്സിഡന്റുകൾ വരെ ഉണ്ടാവാൻ പോകുന്ന സ്ഥലങ്ങളാണിത്. കാരണം പെട്ടെന്ന് 3 വരിപ്പാതയിൽ കൂടെ വന്നിട്ട് ഈ പാലം 2 വരിപ്പാതയായി മാറുകയാണ്. അപ്പോൾ ഇവിടെ നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡ് പണി നടക്കാനുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് മാത്രമേ മണ്ണുട്ടുയർത്തി വന്നിട്ടുള്ളൂ. ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാള നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് കണ്ടത് നിങ്ങൾ ഈ പാലത്തിന്റെ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മൂത്തകുന്നം ജംഗ്ഷനിൽ വന്ന അണ്ടർപാസിനോട് നിർമ്മിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ ഒന്നും ആരംഭിച്ചിട്ടില്ല ഈ ഭാഗത്ത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മൂത്തകുന്നം പാലം വരുന്നത്. അപ്പം മൂത്തകുന്നം പാലം കഴിഞ്ഞിട്ട് പിന്നീട് കോട്ടപ്പുറം പാലം, അതിൻ്റെ ഇടയിൽ ഒരു VP തുരുത്തുണ്ട്. മൂത്തകുന്നം പാലത്തിന്റെ പണികൾ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു തൂണിന് ചെറിയൊരു ചെരിവ് വന്നിട്ടുണ്ട്. അപ്പോൾ പണികൾ ഇപ്പം നടക്കുന്നില്ല. പക്ഷെ അതിനോടനുബന്ധിച്ച് അപ്രോച്ച് റോഡിന്റെ പണികൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നോക്കിയാൽ നിങ്ങൾ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട്, മണ്ണിട്ട് ഉയർത്താനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡ് ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ട് പാലങ്ങളുടെ പണിയാണ് ഈ VP തുരുത്തുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ളത്. ഒന്ന് മൂത്തകുന്നം പാലും അതുപോലെ തന്നെ മറ്റൊന്ന് കോട്ടപ്പുറം പാലം. ഈ മൂത്തകുന്നം പാലത്തിന് നിർമ്മാണം വെച്ച് കഴിഞ്ഞാൽ PSC ഗാർഡർ അല്ല, ഇവിടെയൊക്കെ സ്റ്റീൽ ഗാർഡർ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണാനാണ് ചീനവല കേട്ടോ. പണ്ടൊക്കെ ചീനവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മുള കൊണ്ടാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ സ്റ്റീലിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല ടെക്നിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പഴയ കേടായ ബൈക്കിൻ്റെ മോട്ടർ വെച്ചിട്ടൊക്കെയാണ് പിന്നീട് ഈ ചീനവല പൊന്തിക്കുന്നതൊക്കെ. അങ്ങനെ കുറേ ടെക്നോളജിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ മൂത്തകുന്നം പാലത്തിനോട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഏകദേശം കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ നേരെ എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂർ വരെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോട്ടപ്പുറം പാലം കഴിഞ്ഞിട്ട് പിന്നീട് മൂത്തകുന്നം പാലം, അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ പറവൂർ ടൗൺ വരുന്നുണ്ട്. അവിടെയൊക്കെ നല്ല ഗതാഗതക്കുരുക്കാണ്. ചില സമയത്ത് മാത്രമാണ് നമ്മൾ ഗതാഗതക്കുരുക്ക് ഇല്ലാണ്ട് കഴിച്ചിലാകുന്നത്. ഇവിടെ നിലവിലെ മൂത്തകുന്നം പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് പുതിയ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഷട്ടറിങ് കഴിഞ്ഞിരിക്കുന്നു, സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് രണ്ട് പാലങ്ങൾ VP തുരുത്തുമായി ബന്ധിപ്പിക്കുന്നത്. ഇതിലൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VP തുരുത്തു നിന്ന് നേരെ 6 വരിപ്പാതയിൽ കയറാനുള്ള എൻട്രൻസ് ഉണ്ടോ എന്ന് ചോദിക്കണം. കാരണം സർവീസ് റോഡിൻ്റെ വിഷയം ഇവിടെ പലരും പറയുന്നുണ്ട്. നല്ലൊരു അടിപൊളി തുരുത്താട്ട്. ഈ തുരുത്തുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ രണ്ട് പാലങ്ങൾ. ഒന്ന് കോട്ടപ്പുറം പാലം, മറ്റൊന്ന് മൂത്തകുന്നം പാലം. എന്തായാലും രണ്ട് പാലത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂത്തകുന്നം പാലത്തിന്റെ പണികൾ താൽക്കാലികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളായിട്ട് നിർത്തി വെച്ചിട്ടൊക്കെ ഉണ്ട്. കോട്ടപ്പുറം പാലത്തിന്റെ പണി നല്ല വേഗതയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ VP തുരുത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഈ പാലത്തിന് രണ്ട് ഭാഗത്തും സർവീസ് റോഡില്ല. അപ്പോൾ ഈ VP തുരുത്തുള്ള ആളുകൾ, മറുഭാഗത്തുള്ള ആളുകൾക്ക് കോട്ടപ്പുറം പോകാനും അതുപോലെ തന്നെ മൂത്തകുന്നം ഭാഗത്തും പോകാൻ ഈ രണ്ട് പാലും കവർ ചെയ്ത് രണ്ട് ഭാഗത്തുള്ള അണ്ടർപാസിൽ കൂടെ പോകേണ്ടി വരും. അല്ലാതെ ഇവർക്ക് രണ്ട് ഭാഗത്തും കടന്നു പോകാൻ വേണ്ടിയിട്ട് പാലത്തിനടിയിൽ കൂടെ ഒരു പാസേജോ അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടില്ല. അത് വലിയൊരു വിഷയം തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് മാത്രം ഉണ്ടായപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് രണ്ട് ഭാഗത്തേക്കും കടന്നു പോവുക? ശരിക്ക് ഈ രണ്ട് പാലത്തിന്റെ അടിഭാഗത്തു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള പാസേജ് ഉണ്ടെങ്കിൽ ഇതിന് ഏകദേശം ഒരു പരിഹാരമാവുമായിരുന്നു.
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കിലോമീറ്ററോളാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ട് ഈ VP തുരത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരിക. അപ്പൊ ഇതിനൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡൊക്കെ നിർമ്മിക്കുന്ന മുൻപായിട്ട് ഒരു DPR തയ്യാറാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും ഇതിനെ പങ്കെടുത്തിട്ട് വേണം ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് നമ്മൾ VP തുരുത്തിന്റെ ഒരു ഫുൾ വ്യൂ കേട്ടോ. രണ്ട് ഭാഗത്തും രണ്ട് പാലങ്ങളാണ് VP തുരുത്ത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കോട്ടപ്പുറം പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടപ്പുറം പാലം നിലവിലെ പാലം നിവർത്തിയിട്ട് ഒരു ഭാഗത്തുള്ള പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നടപ്പാതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാസ്റ്റിക് പാഡിന്റെ വർക്കാണ് ഇതിന് മുകൾ ഭാഗത്ത് നടന്നിരിക്കുന്നത്. ഇനി BM BC ചെയ്ത് കഴിഞ്ഞാൽ പാലത്തിന്റെ പണികൾ കഴിഞ്ഞു. രണ്ട് ഭാഗത്തുള്ള അപ്രോച്ചുള്ള പണി നടക്കാനുണ്ട്. സത്യം പറഞ്ഞത് വളരെ ഡേഞ്ചറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 6 വരിപ്പാത എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് 3 വരി മറുഭാഗത്ത് 3 വരി. അപ്പൊ ഈ 3 വരിപ്പാതയിൽ കൂടെ വരുന്ന വാഹനം പെട്ടെന്ന് 2 വരിയുള്ള പാലം എത്തുന്ന സമയത്താണ് പ്രശ്നം ഉണ്ടാവുക. അത് അപകടത്തിന് വളരെയധികം സാധ്യത കൂടുതലുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.